സോ ഹായ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീക്കിങ്ങിൽ വരുന്ന ഡിസ്ക്രൈബ് ഇമേജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് പി ടി അക്കാഡമിക്കിലും പി ടി കോറിലും കോമൺ ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് ഡിസ്ക്രൈബ് ഇമേജ്. സോ പുതിയ അപ്ഡേഷന് ശേഷം August 7th അപ്ഡേഷന് ശേഷം പി ടി അക്കാഡമിക്കിൽ ഡിസ്ക്രൈബ് ഇമേജിൻ്റെ വെയിറ്റേജ് സ്കോർ കുറച്ച് കൂടിയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട സെക്ഷനും കൂടിയാണ്. പി ടി കോർ ആണെങ്കിലും അക്കാഡമിക് ആണെങ്കിലും മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു സെക്ഷനും കൂടിയാണ് ഡിസ്ക്രൈബ് ഇമേജ്. സോ നമുക്ക് ആദ്യം ആ സെക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ഇമേജ് തന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു രീതിക്ക് നമുക്ക് കുറച്ച് ഇമേജസ് തന്നിട്ടുണ്ടായിരിക്കും. ഗ്രാഫ്, മാപ്പ്, ടേബിളായിട്ട് കുറച്ച് ഇമേജസ് ഉണ്ടാവും. സോ ആ ഒരു ഇമേജിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ടൈം ഉണ്ടാവും. ഒരു 25 seconds പ്രിപ്പറേഷൻ ടൈം. നമുക്ക് റീഡ് അലൗഡിനൊക്കെ കിട്ടിയിരുന്ന പോലെ ആ ഒരു പിക്ചറിൻ്റെ കൂടെ തന്നെ പ്രിപ്പറേഷൻ ടൈം ഉണ്ടാവും. ആ സമയത്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നോക്കേണ്ടത്. എന്തൊക്കെ നമുക്ക് പറയണം, അതിൽ ഉള്ള പോയിൻറ്റ്സ്, കളേഴ്സ്, കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാനാണ് നമുക്ക് ആ ഒരു 25 seconds തരുന്നത്. ആ ഒരു സമയത്താണ് നമ്മളതൊന്ന് നോക്കേണ്ടത്. അതിനുശേഷം 40 seconds ആണ് നമുക്ക് ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ, തിരിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനൊരു ടൈം വരുന്നത്, റെക്കോർഡിംഗ് ടൈം വരുന്നത്. അതിലാണ് നമ്മളിത് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വരുന്ന പിക്ചേഴ്സിൽ ഗ്രാഫ് ഉണ്ടാവും, മാപ്പ്, പിക്ചേഴ്സ്, ടേബിൾസ്, ഫ്ലോ ചാർട്ട്, പൈ ചാർട്ട്സ്, ഈ ഒരു കാറ്റഗറി ഒക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ എക്സാമിനൊരു 5-6 questions വരികയാണെങ്കിൽ ഓരോന്നായിരിക്കും വരുന്നത്. മാപ്പ്, ടേബിൾ, പിക്ചർ ഓരോന്നായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇപ്പോൾ ഗ്രാഫ് മാത്രം അറിഞ്ഞു പോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മാപ്പ് മാത്രം അറിഞ്ഞു പോയിട്ട് കാര്യമില്ല, എല്ലാ സെക്ഷൻസും അറിയണം. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഗ്രാഫ് എടുത്തിട്ട് ഗ്രാഫ് തനിയെ കുറച്ചധികം ചെയ്ത് നോക്കുക, മാപ്പ് കുറേ തനിയെ അധികം ചെയ്ത് നോക്കുക. ആ രീതിക്ക് വേണം നമ്മൾ ഡിസ്ക്രൈബ് ഇമേജിൻ്റെ പ്രാക്ടീസ് പോകണമെങ്കിൽ. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് റിസൾട്ട് വരുമ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെ കോണ്ടൻറ്റ്, ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷനാണ്. നമ്മൾ കോണ്ടൻറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ മുന്നത്തെ സെക്ഷനിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. തന്നിരിക്കുന്ന കോൺസെപ്റ്റ്, ഇപ്പോൾ അവിടെ തന്നിരിക്കുന്ന ഗ്രാഫ് ആണെങ്കിൽ ഗ്രാഫ്, മാപ്പ് ആണെങ്കിൽ മാപ്പ്, അതിൽ എന്തൊക്കെ വാല്യൂസ് വരുന്നുണ്ട്, എന്തൊക്കെ കളേഴ്സ് വരുന്നുണ്ട്, എന്താണ് അതിൻ്റെ കൺക്ലൂഷൻ, അല്ലെങ്കിൽ എന്താണ് അതിൽ വരുന്നൊരു ഫൈൻഡിങ്സ്, ഇതൊക്കെയാണ് അവിടെ കോണ്ടന്റ് ആയിട്ട് വരുന്നത്. ദെൻ ഫ്ലുവൻസി, നമുക്കറിയാം സ്പീക്കിങ്ങിൻ്റെ സെക്ഷൻ എല്ലാ സെക്ഷൻ്റെയും പോലെ തന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഫ്ലുവൻസി. വിത്തൗട്ട് ബ്രേക്ക് ആണ് നമ്മളിപ്പോഴും പറയുന്നത്. നമ്മൾ റീഡ് അലൗഡ് എങ്ങനെയാണോ നമ്മളത് റീഡ് ചെയ്യുന്നത്, ആ ഒരു ചെയ്യുന്ന പോലെ തന്നെ നമ്മളിവിടെ ഡിസ്ക്രൈബ് ഇമേജ് ശ്രദ്ധിക്കണം. ഫ്ലുവൻസി ബ്രേക്ക് ഇല്ലാതെ നോക്കുക. ദെൻ പ്രൊനൗൺസിയേഷൻ, നമ്മൾ പല മൈക്കിൻ്റെ ഇഷ്യൂ അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഒക്കെ വരുമ്പോൾ നമുക്ക് പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്ക് വരും. നമ്മൾ പല വേർഡ്സും മൈക്ക് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിക്കായിരിക്കില്ല, അല്ലെങ്കിൽ നെറ്റ്വർക്കിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന രീതിക്കായിരിക്കണമെന്നില്ല, പല വേർഡ്സും ക്യാച്ച് ചെയ്ത് വരുന്നുണ്ടാവുക. സോ പ്രൊനൗൺസിയേഷൻ, കോണ്ടൻറ്റ്, ഫ്ലുവൻസി, ഇത് മൂന്നുമാണ് ഡിസ്ക്രൈബ് ഇമേജിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ കുറേ കാറ്റഗറീസ് ഉണ്ട്. ഡിസ്ക്രൈബ് ഇമേജിൽ കുറേ കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു 2 കാറ്റഗറിയാണ്. ഗ്രാഫിൽ തന്നെ നമുക്ക് ലൈൻ ഗ്രാഫും കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ബാർ ഗ്രാഫ്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ലൈൻ ഗ്രാഫ്, ദെൻ രണ്ടാമത് കാണുന്നതാണ് ബാർ ഗ്രാഫ്. അപ്പോൾ ഈ 2 കാറ്റഗറി നമുക്ക് ഡിസ്ക്രൈബ് ഇമേജിൽ വരുന്നുണ്ട്, ഗ്രാഫിൻ്റെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഏകദേശം ഇതേ രീതിക്കായിരിക്കും വരുന്നത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ലൈൻ ഗ്രാഫ്, ബാർ ഗ്രാഫ് പറയുമ്പോൾ എക്സാക്റ്റ് ഇതുപോലെ തന്നെ വരുന്ന 10 ഇമേജും വരണമെന്നില്ല, മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷേ നമ്മളൊരു ഓവറോൾ ഐഡിയ നോക്കുമ്പോൾ ഗ്രാഫിലും ലൈൻ ഗ്രാഫ് ആയിക്കോട്ടെ ബാർ ഗ്രാഫ് ആയിക്കോട്ടെ ഈ ഒരു ഐഡിയയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം, ഏകദേശം സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് പറയുന്നത്. ലൈൻ ഗ്രാഫും ബാർ ഗ്രാഫും ഏകദേശം സെയിം ആണ്. പക്ഷേ കൺക്ലൂഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഫൈൻഡിങ്സ് വരുമ്പോഴാണ് ചെറിയ ചെറിയ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക, ഫസ്റ്റ് എപ്പോഴും നമുക്ക് തന്നിരിക്കുന്ന ഇമേജ്, അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കുറേ കാറ്റഗറി ഉണ്ട്, അത് ഏതാണെന്ന് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എന്താ, ലൈൻ ഗ്രാഫാണ്. അപ്പോൾ ദ ഗിവൺ ലൈൻ ഗ്രാഫ് എന്നാണ് നമ്മൾ ഫസ്റ്റ് പറയേണ്ടത്. ഓക്കെ, മാപ്പോ ടേബിളോ ഒന്നും അല്ല. അപ്പോൾ ഏത് സെക്ഷൻ വന്നാലും അല്ലെങ്കിൽ ഏത് ഇമേജ് വന്നാലും എന്താണോ തന്നിരിക്കുന്ന ഇമേജ് അത് ആദ്യം പറയാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താ, നമുക്ക് ലൈൻ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ദെൻ രണ്ടാമതായിട്ട് അത് എന്തിനെ പറ്റിയിട്ടുള്ളതാണെന്ന് പറയാം. നമുക്കൊരു ഇൻഫോർമേഷൻ ഉണ്ടാവും, അതിന് ഹെഡിങ് ആയിട്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കൺസെപ്ഷൻ ഓഫ് മീറ്റ് ഓവർ ദ ഇയേഴ്സ്, ഈ ഒരു കോൺസെപ്റ്റാണ് നമുക്ക് ഈ ഒരു ലൈൻ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. സോ ഇതിനെ പറ്റിയിട്ടാണ്. സോ രണ്ടാമതായിട്ട് എന്ത് പറയുക, അത് എന്തിനെ പറ്റിയിട്ടുള്ളതാണെന്ന് പറയാം. അപ്പോൾ ദ ഗിവൺ ലൈൻ ഗ്രാഫ് ഷോസ് കൺസെപ്ഷൻ ഓഫ് മീറ്റ് ഓവർ ദ ഇയേഴ്സ്, അതാണ് നമ്മൾ ഹെഡിങ് പറയേണ്ടത്. അപ്പോൾ എല്ലാ ഇമേജിലും നമുക്ക് ഹെഡിങ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നമുക്കിപ്പോൾ മാപ്പ് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു പിക്ചർ ആയിക്കോട്ടെ, ഇപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഒരു ഗാർഡൻ്റെ ഒരു ഇമേജ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അവിടെ ഹെഡിങ് വേണമെന്നില്ല. അപ്പോൾ നമ്മളത് പിക്ചേഴ്സ് ചെയ്യുമ്പോൾ പറയും. അപ്പോൾ അങ്ങനെ ഒരു ഇമേജാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്താണോ നമുക്ക് അവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മനസ്സിലായത് അത് നമ്മൾ ഹെഡിങ് ആയിട്ട് പറയാം, സെക്കൻഡ് സെൻറ്റൻസ് ആയിട്ട് പറയാം. പിന്നെ ലൈൻ ഗ്രാഫിൽ വരുമ്പോൾ നമുക്കിവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ കിലോഗ്രാംസിൽ കൊടുത്തിട്ടുണ്ട്, ഇയേഴ്സിൽ കൊടുത്തിട്ടുണ്ട്, അത് മെൻഷൻ ചെയ്യുക. അപ്പോൾ തേർഡായിട്ട് എന്താ പറയുക, ഇൻ ദിസ് ലൈൻ ഗ്രാഫ് ദ എക്സ് ആക്സിസ് ഇൻഡിക്കേറ്റ്സ്, എക്സ് ആക്സിസിൽ എന്താണ് വരുന്നത്, അപ്പോൾ ഇവിടെ ഇയേഴ്സ് ആണ്. അപ്പോൾ അത് മാറി മാറി വരും, അതിനനുസരിച്ച് ഇയേഴ്സ് ആണ്. കുറച്ചധികം ഇയേഴ്സ് ഉണ്ട്, കുറച്ച് ഇയേഴ്സ് ഉള്ളെങ്കിൽ നമുക്ക് സച്ചാസിട്ട് പറയാം. ഇവിടെ കുറച്ചധികം ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം ഇത്ര, ഇപ്പോൾ 1993 to 2020 അവിടെയാണ് അത് അവസാനിക്കുന്നത്.
സോ ഇത്ര തൊട്ടിട്ട് ഇത്ര വരെയാണെന്ന് പറയാം. അതുപോലെ തന്നെ വൈ ആക്സിസ് റെപ്രസെൻറ്റ്സ് കിലോഗ്രാം സ്റ്റാർട്ടിങ് ഫ്രം 0 to 35%, 35 കിലോഗ്രാം. അത് മെൻഷൻ ചെയ്യുക. അപ്പോൾ എക്സാസിസ് മെൻഷൻ ചെയ്യുക, അതുപോലെ തന്നെ വൈ ആക്സിസ് മെൻഷൻ ചെയ്യുക. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ അവിടെ കാണുന്നത്, ഏതൊക്കെയാണ് അവിടെ മീറ്റ് എന്നാണ് കാണുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു 3 മീറ്റ് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. 3 കളറിലാണ്, അത് 3 കളേർഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കളേർഡ് ലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പറയാം ദ ബ്ലൂ കളർ ഇൻഡിക്കേറ്റ് പിഗ് കൺസെപ്ഷൻ, ദ ബ്രൗൺ കളർ റെപ്രസെൻറ്റ്സ് കാറ്റിൽ കൺസെപ്ഷൻ ആൻഡ് ഗ്രീൻ കളർ റെപ്രസെൻറ്റ്സ് ലാം കൺസെപ്ഷൻ. എല്ലാ ലൈൻസും, അതായത് ഇപ്പോൾ 3 ലൈൻ, എല്ലാത്തിലും 3 ലൈൻ ആവണമെന്നില്ല, 2 ലൈൻ കൊടുക്കാം, 4 ലൈൻ കൊടുക്കാം. അപ്പോൾ ആ കളേർഡ് ലൈൻ എന്തിനാണ്, അവിടെ ഒരു കളർ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ആ കളേർഡ് ലൈൻ എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും, അത് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നില്ലെങ്കിൽ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ന കോൺസെപ്റ്റ്, ഇപ്പോൾ പിഗ് ബ്ലൂ കളറിലാണ് അല്ലെങ്കിൽ ഗ്രീൻ കളറിലാണ് റെപ്രസെൻറ്റ് ചെയ്യണേന്ന് ആ രീതിക്ക് പറഞ്ഞു പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഒരു ഇമേജ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ലുക്കിൽ കിട്ടുന്ന ഇൻഫോർമേഷൻസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊന്ന് വൈൻഡ് അപ്പ് ചെയ്യണം, കൺക്ലൂഡ് ചെയ്യണം. അപ്പോൾ എല്ലാ ഇമേജിലും കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഒരു ഫൈൻഡിങ്സ്, ഇപ്പോൾ ഈ ഒരു ഇമേജ് കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ് കണ്ടിട്ട് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. ഇപ്പോൾ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാവുന്നത്, ഹയസ്റ്റ് കൺസെപ്ഷൻ നടന്നിരിക്കുന്നത് ഏതാണ്, ലാമ്പാണ് അല്ലേ, കമ്പയർ ടു പിഗ് ആൻഡ് കാറ്റിൽ. അല്ലെങ്കിൽ ലീസ്റ്റ് നടന്നിരിക്കുന്നത് പിഗാണ് അവിടെ കൺസെപ്ഷൻ റൈറ്റ് വന്നിരിക്കുന്നത്. സോ അതാണ് നമുക്ക് ഇതിൻ്റെ കൺക്ലൂഷൻ വരുന്നത്. അപ്പോൾ കൺക്ലൂഷൻ പറയാം. ഓക്കെ, ഏകദേശം എല്ലാ ഗ്രാഫിലും നമ്മളിപ്പോൾ ഈ പറഞ്ഞൊരു 3-4 പോയിന്റ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതാണ് നമ്മൾ ഡിസ്ക്രൈബ് ഇമേജിൽ പറയേണ്ടത്. ലൈൻ ഗ്രാഫിൻ്റെ കേസിൽ വരുമ്പോൾ ആദ്യം ഗ്രാഫാണെന്ന് പറയാം, then അതിൻ്റെ ഹെഡിങ് മെൻഷൻ ചെയ്യുക. ഹെഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡിങ് ഉണ്ടാവണം നിർബന്ധമില്ല, എന്താണോ നമുക്ക് അവിടെ നിന്ന് മനസ്സിലായത് അത് മെൻഷൻ ചെയ്യുക. ദെൻ ഗ്രാഫിൽ വരുമ്പോൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് അതിലെന്താണ്, ദെൻ അവിടെ എന്താണ്, ഇപ്പോൾ ബാർ ആണെങ്കിൽ ബാർ അല്ലെങ്കിൽ ലൈൻ ആണെങ്കിൽ ലൈൻ, അത് മെൻഷൻ ചെയ്യുക. ദെൻ അതിൻ്റെ കൺക്ലൂഷൻ പറയാം. ഓക്കെ, എങ്ങനെയാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലാമ്പാണ് നമ്മൾ ഹയസ്റ്റ് പറഞ്ഞു, അതൊരു പോയിന്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇയറിൽ ഇപ്പോൾ 2016 ലാമ്പ് വന്നിട്ട് ഹയർ കൺസെപ്ഷൻ കാണിക്കുന്നത്. സോ അത് നമുക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു റേറ്റ് ആണ് ലാസ്റ്റ് അവസാനം. ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് നമ്മൾ എൻഡിങ്ങിൽ അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ്, ആ ഒരു ഫൈൻഡിങ്സ് എന്താണ്, നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കുന്ന ഒരു ഫൈൻഡിങ്സ്, അതാണ് നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് പറയേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ബാർ ഗ്രാഫാണ്. അപ്പോൾ നേരത്തെ കാണിച്ച പോലെ തന്നെയായിരുന്നു, അവിടെ നമുക്ക് ലൈൻ ഗ്രാഫാണ് വന്നിരുന്നത്. ഇവിടെ വരുമ്പോൾ എന്താ അത് ബാർ ഗ്രാഫായിട്ടാണ് വരുന്നത്. ഇവിടെ നമ്മൾ സെയിം ഫസ്റ്റ് ദ ഗിവൺ ബാർ ഗ്രാഫ് ഷോസ് സോഷ്യൽ ആക്ടിവിറ്റീസ് ബൈ ജെൻഡർ, അതിനെ പറ്റിയിട്ടാണ് നമ്മളിതിൽ പറയുന്നത്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് എക്സാസിസ് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ലൈൻ ഗ്രാഫ് പറഞ്ഞ പോലെ എക്സാസിസിൽ എന്താണ്, സോഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. സച്ച് ആസ് ഏതൊക്കെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ട് കൗണ്ട് ചെയ്ത് പറയാം. ദെൻ വൈ ആക്സിസ് ഇൻഡിക്കേറ്റ്സ് നമ്പർ ഓഫ് പീപ്പിൾ സ്റ്റാർട്ടിങ് ഫ്രം എത്ര തൊട്ടിട്ട് എത്ര വരെ, അത് മെൻഷൻ ചെയ്യുക. പിന്നെ അവിടെ 2 കാറ്റഗറി 2 കളറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെൻ റെപ്രസെൻറ്റഡ് ഇൻ ബ്ലൂ കളർ ആൻഡ് വുമൺ ഇൻഡിക്കേറ്റ് ഇൻ ഗ്രീൻ കളർ, 2 കളേഴ്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൺക്ലൂഷനായിട്ട് എന്ത് പറയാം. അപ്പം നമുക്ക് ടൈം ഉണ്ട്, നമുക്കറിയാം 40 seconds ആണ് നമ്മുടെ റെക്കോർഡിംഗ് ടൈം എന്ന് പറയുന്നത്. സോ ഇത് മെൻഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈൻ ഗ്രാഫിൽ ചെയ്ത പോലെ, ലൈൻ ഗ്രാഫിൽ നമ്മൾ പറഞ്ഞു ഹയസ്റ്റ് കൺസെപ്ഷൻ റേറ്റ് അല്ലെങ്കിൽ ഏതൊരു ഇയറിൽ കൂടി കുറഞ്ഞ് ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും ലൈൻ ഗ്രാഫിൽ വരുമ്പോൾ ഒരു കൺക്ലൂഷൻ വരിക. ബാർ ഗ്രാഫിൽ വരുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ വുമൺ ആണ് എല്ലാ കാറ്റഗറിയിലും ഹയസ്റ്റ് ആയി നിൽക്കുന്നത്, ഒന്നിലൊഴിച്ചിട്ട് ബാക്കി എല്ലാത്തിലും വുമൺ ആണ് ഹയസ്റ്റ് ആയി നിൽക്കുന്നത്. സോ ആ ഒരു കാറ്റഗറി പറയും. ഇപ്പോൾ ലാംഗ്വേജിൽ ഹയസ്റ്റ് ആയി നിൽക്കുന്നത് വുമൺ ആണ്, അത് എത്രയാണെന്ന് പറയാം. ദെൻ അതുപോലെ തന്നെ ലോവസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഡ്രാമയിലാണ്, ലോവസ്റ്റ് ആയിട്ട് നിൽക്കുന്ന സ്കൾപ്ചറാണ്. സോ അങ്ങനെ ഓരോ കാര്യങ്ങൾ എല്ലാം പറയണമെന്നില്ല, ഓരോന്നിൻ്റെയും ഇപ്പോൾ ഡ്രാമയിൽ ഏതാ പെയിൻറ്റിങ്ങിൽ ഏതാ അങ്ങനെ എടുത്തെടുത്ത് നമുക്ക് മെൻഷൻ ചെയ്യണമെന്നില്ല. എല്ലാ കാര്യങ്ങളും എക്സ് ആക്സിസ് വൈ ആക്സിസ് കളേഴ്സ് മെൻഷൻ ചെയ്തിട്ട് ഒരു കൺക്ലൂഷൻ പോലെ ഓവറോൾ ഒരു ഇമേജ് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഒരു ഇമേജിൽ ഇപ്പോൾ ഈ കാണുന്ന ഒരു ഇമേജിൽ ഓവറോൾ ആയിട്ട് എല്ലാത്തിലും ഹൈ ആയിട്ട് നിൽക്കുന്നത് മെജോറിറ്റി കേസിലും വുമൺ ആണ്. 1-2 വാല്യൂസ് മെൻഷൻ ചെയ്യുക. ലോ ആയിട്ട് നിൽക്കുന്നത് വുമണിനെ കമ്പയർ ചെയ്യുമ്പോൾ ലോ ആയിട്ട് നിൽക്കുന്നത് മെന്നാണ്. സോ മെന്നിൻ്റെ 1-2 വാല്യൂസ് മാത്രം അവിടെ മെൻഷൻ ചെയ്താൽ മതി. എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാറ്റഗറിയിലും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ടൈം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എന്താ മാക്സിമം ആ ടൈമിനുള്ളിൽ നമുക്ക് പറയാൻ പറ്റുന്ന പോയിന്റ്സ് പറഞ്ഞു നോക്കുക. അപ്പോൾ കൺക്ലൂഷൻ എപ്പോഴും വേണം. ഓക്കെ, കൺക്ലൂഷൻ ഇല്ലാതെ നമ്മൾ ഇടയിൽ വെച്ചിട്ട് ഒരിക്കലും ബ്രേക്ക് ചെയ്യരുത്. നമ്മൾ 40 seconds റെക്കോർഡ് ചെയ്യുന്നു, സ്റ്റാർട്ടിങ് റെക്കോർഡ് ചെയ്യുന്നു, ഫ്ലുവൻ്റ് ആയിട്ട് പോകുന്നു. ചിലപ്പോൾ കുറച്ചധികം കോണ്ടന്റ് ഉള്ള ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമേജ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അവിടെ വരുമ്പോൾ ഈ 40 seconds ആണ് നമുക്കുള്ളൂ, അതിൻ്റെ ഇടയിൽ നമ്മൾ എപ്പോഴും നിർത്തണം.
ഓക്കെ, പ്രോപ്പർ എൻഡിങ് വേണം. അപ്പോൾ എൻഡിങ് നമ്മൾ എല്ലാ ഇമേജും എല്ലാ സെക്ഷൻസും ചെയ്യുന്ന പോലെ ഒരു വൈൻഡപ്പ് ചെയ്യണം. ആ വൈൻഡപ്പ് ചെയ്യാനാണ് നമ്മൾ ഗ്രാഫും അതുപോലെ ഏത് ഇമേജ് വന്നാലും കൺക്ലൂഷൻ പറയുന്നത്. അപ്പോൾ കൺക്ലൂഷൻ വാല്യൂസ് ആണ് നമുക്ക് കൂടുതലും ഇവിടെ വരുമ്പോൾ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇമേജ് ആണെന്ന് വിചാരിക്കും, ഇപ്പോൾ നല്ലൊരു ഗാർഡൻ്റെ ഇമേജ് ആണ്, അവിടെ നമുക്ക് ഇതുപോലെ ഒരു വാല്യൂസ് ഒന്നും കൺക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഗ്രാഫും അതുപോലെ ലൈൻ ഗ്രാഫും ബാർ ഗ്രാഫും ഒക്കെ വരുമ്പോൾ എന്താണ് അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻ അത് ലാസ്റ്റ് ഒരു കൺക്ലൂഷനായിട്ട് മെൻഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഗ്രാഫ് എടുക്കുക, ഗ്രാഫിൽ തന്നെ 2 കാറ്റഗറി നമുക്ക് കാണാൻ പറ്റും, ലൈൻ ഗ്രാഫ് ഉണ്ടാവും, ബാർ ഗ്രാഫ് ഉണ്ടാവും. അപ്പോൾ ചില സമയത്ത് ബാർ ഗ്രാഫുകൾ നമുക്ക് ഇതുപോലെ കൃത്യമായിട്ട് എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്ന് പറഞ്ഞ് കാണിക്കണം എന്നില്ല. ചിലപ്പോൾ നമുക്ക് കുറച്ച് ബാറുകൾ മാത്രമായിരിക്കും തന്നിട്ടുണ്ടാവുക, പെർസെൻറ്റേജ് ഉണ്ടാവും, ഇത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് ഒരു ഓർഡറിൽ കൊടുത്തിട്ടുണ്ടാവും. സോ അത് ബാർ ഗ്രാഫ് ആണെന്ന് പറയാം. ദെൻ അതിൽ ആ ബാർ ഏത് കളറിലാണ് മെൻഷൻ ചെയ്യുന്നത്, ദെൻ അതിൽ ഓരോരോ കാറ്റഗറി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഡ്രാമ, പെയിൻറ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഓരോരോ കാറ്റഗറി ഉണ്ടാവും, അത് മെൻഷൻ ചെയ്യുക. അതിൻ്റെ ഹയസ്റ്റ് പെർസെൻറ്റേജ്, ലോവസ്റ്റ് പെർസെൻറ്റേജ് ആ ഒരു രീതിക്ക് പറഞ്ഞു പോകും. എല്ലാത്തിലും എക്സ് ആക്സിസും വൈ ആക്സിസും നമുക്ക് ചിലപ്പോൾ നോക്കിയാൽ കിട്ടണമെന്നില്ല ബാർ ഗ്രാഫിൻ്റെ കേസ് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എപ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ് ഗ്രാഫ്. സോ ഗ്രാഫ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഗ്രാഫിൽ ലൈൻ ഗ്രാഫും വരും, ബാർ ഗ്രാഫും വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡിൽ ചെയ്തു പോയി. ഇതാണ് ബേസ്. ഇതിന് എല്ലാം ഒരുപോലെ ആവണമെന്നില്ല, പക്ഷേ ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. പക്ഷേ ബേസ് ഇതാണ്. ഈ പോയിന്റ്സ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഗ്രാഫുകളും ലൈൻ ഗ്രാഫ് ബാർ ഗ്രാഫ് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കോണ്ടന്റ് ആണ്. മാക്സിമം കോണ്ടന്റ് അവിടെ നിന്ന് നോക്കുക. നമുക്ക് 1-2 പോയിന്റ്സ് വെച്ചിട്ട് നമുക്കത് എലാബറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോമാറ്റ് തന്നെ യൂസ് ചെയ്തിട്ട് ഓരോ ഓർഡർ ഉണ്ടായാൽ മതി. ഒരിക്കലും ഒരു പാറ്റേൺ ആയിട്ടൊന്നും നമ്മൾ നോക്കണ്ട. പല മാപ്പുകളായിരിക്കും അല്ലെങ്കിൽ ടേബിളായിരിക്കും വരുന്നത്. പക്ഷേ നമുക്ക് ഫസ്റ്റ് ഇത് പറയാം, സെക്കൻഡ് ഇത് പറയാം, തേർഡ് ഇത് പറയാം, ആ ഒരു ഐഡിയ നമുക്ക് വേണം. എന്നാലാണ് നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ആവും. അപ്പോൾ ഒരു 10 ഗ്രാഫ് ചെയ്താൽ നമുക്കത് ഓക്കെ ആവണമെന്നില്ല. അതായത് ഐഡിയ കിട്ടും, ഇതൊക്കെയാണ് പറയേണ്ടത്, പക്ഷേ ഫ്ലുവൻസി ചെയ്യണമെങ്കിൽ വീണ്ടും ചെയ്തു പോകണം. സോ അങ്ങനെ ഓരോന്നും, ഇപ്പോൾ ഗ്രാഫ് ആണെങ്കിൽ ഗ്രാഫ്, ടേബിൾ ആണെങ്കിൽ ടേബിൾ, ഓരോന്നും കുറച്ച് നമ്പേഴ്സ് കൂടുതൽ ചെയ്തു പോയാലാണ് നമുക്കത് ഓക്കെ ആവുള്ളൂ, ഈ പറയുന്ന ഫ്ലുവൻസി വരുള്ളൂ. കാരണം നമുക്കറിയാം ഡിസ്ക്രൈബ് ഇമേജിൻ്റെ സ്കോർ നമുക്ക് സ്പീക്കിങ്ങിൽ മാത്രമാണ് വരുന്നത്. സോ സ്പീക്കിംഗ് പറയുമ്പോൾ നമുക്കറിയാം ഫ്ലുവൻസി ആണ് അവിടെ മെയിനായിട്ട് നോക്കുന്നത്. നമ്മൾ കോണ്ടന്റ് എത്ര പറഞ്ഞാലും ആ പറയുന്ന കോണ്ടന്റ് നമ്മൾ ബ്രേക്ക് ചെയ്താണ് പോകണമെങ്കിൽ നമുക്ക് അവിടെ ഫ്ലുവൻസി വരില്ല. ആ ഫ്ലുവൻസി കയറിയാണ് ഓവറോൾ സ്പീക്കിങ്ങിൻ്റെ സ്കോർ കയറുള്ളൂ. ഫ്ലുവൻസിയും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മാക്സിമം കോണ്ടന്റിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് നോക്കണം, ഫ്ലുവൻസി നോക്കണം, സ്പീഡ് വേണം. അപ്പോൾ അത് കുറച്ച് അധികം ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓക്കെ ആവുള്ളൂ. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് സ്പീക്കിങ്ങിൽ. സോ നല്ല രീതിക്ക് ഈ സെക്ഷൻ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.